ആട് 3 നമ്മുടെ പാപ്പന്റെ പിള്ളേരെ മൂന്നാം വരവ്. എന്റെ പൊന്നോ, സിനിമ ഇപ്പൊ അൺസ്റ്റോപ്പബിൾ ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും 3 ദിവസം വേൾഡ് വൈഡ് ആയിട്ട് 64 കോടിയാണ് സിനിമ കളക്ട് ചെയ്തത്. ഇത് ജയ്സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ. കത്തനാറ് വരുമ്പോൾ ഇതൊക്കെ പൊളിച്ച് എഴുതിക്കോളും, അത് വേറെ കാര്യം. പക്ഷേ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഇത് തന്നെയാണ് ടോപ്പ്. ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് മാത്രം 6 കോടികളാണ് സിനിമ കളക്ട് ചെയ്തത്. അത് സെക്കൻഡ് ഡേ ആയപ്പോൾ 7 കോടിയോളം ആയി. മൂന്നാമത്തെ ദിവസം സിനിമ 7 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. അങ്ങനെ സിനിമ ആകെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 20 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കേരള കളക്ഷൻ കൊണ്ട് വരുമ്പോൾ 25 കോടിക്ക് മുകളിൽ പോകും. ഇപ്പൊ വെറും 3 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 64 കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എന്തായാലും ഉടനെ തന്നെ 100 കോടി ടച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മോളിവുഡിലെ 14ാമത്തെ 100 കോടി ക്ലിപ്പിൽ കയറാൻ പോകുന്ന സിനിമയായിരിക്കും ആട് 3. നമ്മുടെ മോളിവുഡിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ലോകയ്ക്ക് പോലും ഇത്ര നല്ല കളക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു തുടക്കത്തിൽ. ലോക 7 ദിവസം കൊണ്ടാണ് 100 കോടിയോളം കളക്ട് ചെയ്തത്. ആട് 3 ഇപ്പൊ വെറും 3 ദിവസം കൊണ്ട് 64 കോടിയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. ലോകയുടെ റെക്കോർഡ് തിരുത്തി എഴുതുമെന്നല്ല ഞാൻ പറയുന്നത്, മേ ബി അങ്ങനെ നടന്നേക്കാം. ആട് 3 റിലീസിന് മുമ്പ് എല്ലാവരും വെറും ഒരു കോമഡി പടം എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ. ഇപ്പൊ അതിന്റെ റേഞ്ച് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോഴും ആട് 3യെ പറ്റി കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം. ഇപ്പൊ ദൃശ്യം 3യും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആട് 3ക്ക് അടുത്ത മാസം കളക്ട് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിലും പറയാം. അവിടെ വാഴ 2 ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും ആട് 3യെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാഴ 2 വളരെ ചെറിയ സിനിമയാണ്. ലോകം 100 ദിവസത്തോളം തിയേറ്ററിൽ റൺ ചെയ്തിട്ടാണ് ആ 300 കോടിക്ക് പുറത്ത് കളക്ട് ചെയ്തത്. ആട് 3 അത്രയും ദിവസം ഒന്നും റൺ ചെയ്യത്തില്ലായിരിക്കാം. അഥവാ റണ്ണ് ചെയ്ത ലോകയുടെ റെക്കോർഡൊക്കെ വെറും പഴങ്കഥകൾ മാത്രമായിരിക്കും. ജനനായകൻ റിവൈസിംഗ് കമ്മിറ്റി സിനിമ കണ്ടെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ വന്നേക്കുന്ന അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ സിനിമയുടെ സെൻസറിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റ് നെക്സ്റ്റ് വീക്ക് കാണുന്നതാണ്. പിന്നെ ഇവരുടെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ പേര് ആഡാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുള്ള മറ്റ് വീഡിയോസ് കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.